എന്തുകൊണ്ടാണ് കുട്ടികൾ മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തുന്നത്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, എല്ലാ കുട്ടികളും മുതിർന്നവരെ പോലെ തന്നെ ശ്രദ്ധയും അംഗീകാരവും ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ സംഘങ്ങളിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നു. അതൊരു നെഗറ്റീവ് പ്രവൃത്തി ആയതിനാൽ പഠനത്തിന് പകരം വേഗത്തിൽ ശ്രദ്ധ നേടാൻ സഹായിക്കും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് മോശം തോന്നുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്തില്ലെങ്കിൽ സംഘത്തിൽ നിന്നും തിരസ്കരണത്തെ അവർ ഭയപ്പെടുന്നു. രണ്ടാമതായി, കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും ആവശ്യമായ ശ്രദ്ധയും മാനസിക പിന്തുണയും ലഭിക്കാത്തപ്പോൾ അവർ ശ്രദ്ധ നേടാൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ എങ്ങും ഇല്ലാത്ത ഒരു ശ്രദ്ധ അവർ നേടുന്നു. സിനിമകൾ, സോഷ്യൽ മീഡിയകൾ, മുതിർന്നവർ സംസാരിക്കുന്ന രീതി പോലും കുട്ടികൾ എല്ലാം ഉൾക്കൊള്ളുന്നു. ശക്തിയുള്ളവനായി കാണപ്പെടാൻ ആളുകൾ കഠിനമായി കാണിക്കണം എന്നൊരു പൊതുവായ ധാരണ സിനിമകൾ ഉണ്ടാക്കുന്നു. നായകൻ്റെ ആക്രമണം മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അത് ബഹുമാനം നേടാനുള്ള വഴിയായി അവർ വിശ്വസിക്കുന്നു. ചില കുട്ടികൾക്ക് അവരുടെ സ്വന്തം വിഷമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അതിനാൽ അവർ അത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുന്നു. ജീവിത സാഹചര്യങ്ങൾ അവരെ ശക്തിയില്ലാത്തവരാക്കുമ്പോൾ നിയന്ത്രണം വീണ്ടെടുക്കാൻ അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു. എന്നാൽ ഇത് ശക്തിയല്ല, ഇത് തെറ്റായ വേദനയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഭ്രാന്ത് എങ്ങനെ നിർത്താം? ആദ്യമായി, ബുള്ളിങ് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുക, ഇരയെ പിന്തുണയ്ക്കുക. കുട്ടികളിൽ ദയയും സ്വീകാര്യതയും പഠിപ്പിക്കുക. ഇരയ്ക്കും ശല്യപ്പെടുത്തുന്നവർക്കും അവരുടെ നിസ്സഹായാവസ്ഥയും പ്രവൃത്തിക്കുള്ള കാരണവും കണ്ടെത്തി അവരുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുക. കുട്ടികൾക്ക് വീട്ടിൽ യഥാർത്ഥ പരിചരണം ലഭിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കുക. കൂടാതെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി പരിശോധിക്കുക. നല്ല അധ്യാപന പരിസരം ഉറപ്പാക്കുകയും മുൻകാല കൂട്ടുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. മത്സരവും ക്രൂരതയുമല്ല, ബഹുമാനത്തിൻ്റെ ഒരു സംസ്കാരമാണ് വളർത്തേണ്ടത്. ഒരു കുട്ടിക്കും മറ്റൊന്നിനെ വേദനിപ്പിക്കാൻ തോന്നാത്തൊരു ലോകം നമുക്കൊരുമിച്ച് കെട്ടിപ്പടുക്കാം.